ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ വർക്കാണ്. വർക്ക് അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫോർമുലാസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. നെക്സ്റ്റ് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഈ രണ്ട് ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മൊമെന്റ്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ കണ്ടൻസ് എന്താണെന്ന് നോക്കാം വർക്കിലെ. അപ്പോൾ വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. ആദ്യം വർക്ക് ഡണ്ണിൻ്റെ ഫോർമുലയാണ്. കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെയാണ്. വെൻ എ ബോഡി മൂവ്സ് എ ഡിസ്റ്റൻസ് d along a straight line and as a result being acted on by a force of constant magnitude capital F in the direction of motion, we can calculate work done by the formula W is equal to F into D. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഡയറക്ഷൻ ഓഫ് മോഷൻ, ആ ബോഡിയുടെ ഡയറക്ഷൻ ഓഫ് മോഷനിൽ തന്നെ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് എഫ്, ക്യാപിറ്റൽ എഫ് ആണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട് എങ്കിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് W is equal to FD. ഓക്കെ, അപ്പോൾ അത് നോട്ടിലേക്ക് എഴുതുക. ദെൻ നോട്ട്സ് ബാക്കി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക കേട്ടോ. D = 0 ആകുമ്പോൾ വർക്ക് ഡൺ = 0 ആയിരിക്കും. നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ആണ്. യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ന്യൂട്ടൺ മീറ്റർ ആണ്, അല്ലെങ്കിൽ അത് ജൂൾ എന്ന് പറയാം. ന്യൂട്ടൺ മീറ്റർ ഓർ ജൂൾ. ആൻഡ് ദ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് വർക്ക് ഡൺ ഈസ് ഫുട്ട് പെർ പൗണ്ട് ആണ്. ഫുട്ട് പൗണ്ട് ആണ്. Then next example, find the work done in lifting 1000 lb object 1.25 feet off the ground. അപ്പോൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഫോഴ്സ് തന്നിട്ടുണ്ട് 1000 lb, അതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1.25. അപ്പോൾ F = 1000, D = 1.25, വർക്ക് ഡൺ is equal to കാൽക്കുലേറ്റ് ചെയ്യുക. ഫുട്ട് LB വരും. നെക്സ്റ്റ് റിയൽ ലൈഫിൽ നിന്നൊരു പ്രോബ്ലം പറഞ്ഞിരിക്കുന്നതാണ്. if you jack up the side of a 2000 lb car 1.25 feet to change the tire, you have to apply a constant vertical force about 1000 lb. Find the work done in lifting. അപ്പോൾ ലിഫ്റ്റ് ചെയ്യാനുള്ള വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയോ അതെ നമുക്ക് എന്താണ് W = FD ആണ് വരുന്നത്. ഇവിടുത്തെ F എന്ന് പറയുന്നത് 1000 lb ഫോഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് എഫ് വരുന്നത്. ഡി ഡിസ്റ്റൻസ് 1.25 ആണ് വരുന്നത്. സോ വർക്ക് ഡൺ is equal to F into D. അപ്പോൾ 1000 into 1.25 ആണ് വരിക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുമെന്ന് വിചാരിക്കുന്നു. Then next, find the work done in lifting 5.3 kilogram package 0.7 meter off the ground. അപ്പോൾ പാക്കറ്റിൻ്റെ കിലോഗ്രാം 5.3 kg ആണ്. 0.7 മീറ്റർ നമുക്കതിനെ ഉയർത്തണം. ഗ്രൗണ്ടിൽ നിന്നാണ് ഉയർത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൂടെ വരും? ഈ ഓൾറെഡി ഉള്ള ഈ ഒരു ഫോഴ്സ് മീൻസ് അതിൻ്റെ കിലോഗ്രാം ആണ് തന്നിരിക്കുന്നത്, വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോഴ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ഫോഴ്സിൻ്റെ ഫോർമുല എന്താ വരുന്നത്? മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് തന്നെ. മാസ് ലിഫ്റ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ മാസ് നമുക്ക് 5.3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F = mg ആണ് വരുന്നത്. അപ്പോൾ F = mg എന്ന് പറയുമ്പോൾ F = 5.3 ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 9.8 അല്ലേ വരുന്നത്. അപ്പോൾ 5.3 ഇൻറ്റു 9.8 ചെയ്താലാണ് നമുക്ക് F കിട്ടുക. അപ്പോൾ ചില പ്രോബ്ലംസിൽ F നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ വർക്ക് ഡൺ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ D തന്നിട്ടുണ്ട് 0.7 മീറ്റർ ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ is equal to FD which is equal to mgd, that's equal to this one കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ എ വാരിയബിൾ ഫോഴ്സ് ആണ്. അതായത് ഒരു പാർട്ടിക്കിൾ x = a മുതൽ x = b വരെ ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഫോഴ്സ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റേതൊരു ഫസ്റ്റ് പറഞ്ഞത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിരുന്നു അത് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ x = a മുതൽ അതിൻ്റെ തൊട്ടടുത്തൊരു പോയിന്റ് വരെ ഒരു ഫോഴ്സ്, പിന്നെ ആ പോയിന്റ് മുതൽ അതിന് തൊട്ടടുത്ത വേറൊരു പോയിന്റ് വരെ വേറൊരു ഫോഴ്സ്, അങ്ങനെ ബി വരെ പല പല ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ
ഈ ഓരോ സബ് ഇൻ്റർവെല്ലായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ സബ് ഇൻ്റർവെല്ലിലും ഡിഫറെൻറ്റ് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ നമ്മൾ റീമാൻ സം പഠിച്ചിരുന്നല്ലോ, റീമാൻ സമ്മിനോട് അപ്രോക്സിമേറ്റ് ചെയ്യിക്കാം എന്നാണ് പറയുന്നത്. റീമാൻ സം എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അവിടെ അത് റെക്ടാങ്കിളിൻ്റെ ഏരിയ ഒക്കെ ആയിട്ട് പറഞ്ഞു. ഇവിടെ നമുക്കത് ഫോഴ്സ് സി കെ, ഓരോ ഇൻ്റർവെല്ലിൽ നിന്നും ഓരോ സി കെ സെലക്ട് ചെയ്തിട്ട് എഫ് ഓഫ് സി കെ ഫോഴ്സ് ആയിട്ടും ഡെൽറ്റ എക്സ് കെ അതിൻ്റെ ലെങ്ത് ആയിട്ടും, അതായത് ഓരോ കുഞ്ഞ് ഇൻ്റർവെല്ലിലെയും വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് ഇത് വർക്ക് ഡൻ്റെ ഫോമുല തന്നെയാണ്. എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിലെ ഫോഴ്സ്, ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ചെറിയ ചെറിയ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ ചെറിയ ചെറിയ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഓരോ കുഞ്ഞ് ഇൻ്റർവെല്ലുകളിലെയും ഫോഴ്സും അതുപോലെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഓഫ് സി കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ്. ഡെൽറ്റ എക്സ് കെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ചെറിയ ഇൻ്റർവെല്ലിൻ്റെ, ആ പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആണ്. അങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് അത് സം ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് റീമാൻ സം തന്നെ വിളിക്കാം. അപ്പോൾ ആ ടോട്ടൽ വർക്ക് ഡണ്ണിനെ, വാരിയബിൾ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ വർക്ക് ഡണ്ണിനെ നമുക്ക് റീമാൻ സമ്മിനോട് അപ്രോക്സിമേറ്റ് ചെയ്യിക്കാം എന്നാണ് പറയുന്നത്. അതിവിടെ നമുക്കൊരു ഫോമുലയായിട്ട് റീമാൻ സമ്മിനോട് അപ്രോക്സിമേറ്റ് ചെയ്ത് റീമാൻ സം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇൻ്റഗ്രൽ ആണ് അല്ലേ. അപ്പോൾ നമുക്കത് ഇവിടെ ഡെഫിനേഷനായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ദ വർക്ക് ഡൺ ബൈ എ വാരിയബിൾ ഫോഴ്സ് എഫ് ഓഫ് എക്സ് ഡയറക്റ്റഡ് അലോങ് ദ എക്സ് ആക്സിസ് from x equal to a to x equal to b is w is equal to integral a to b f of x dx. Okay, the units of integrals are joules. If f is Newton in Newton and x is in meter, foot pound ആണ് യൂണിറ്റ് ആയിട്ട് പറയാറ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഇൻ്റഗ്രൽ a to b f of x dx ആണ്. വാരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ ഫോമുല വരുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. Find the work done W by the force f of x equal to 1 by x square Newton along x axis x equal to 1 meter to x equal to 10 meter. അപ്പോൾ a to b എന്നുള്ളത് കൊണ്ട് ഇവിടെ 1 to 10 ആണ് വരുന്നത്. ഫോഴ്സ് 1 by x square ആണ് തന്നിരിക്കുന്നത്. സോ ഇൻ്റഗ്രൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 10 1 by x square dx. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 0.9 ജൂൾ എന്ന് കിട്ടും. ഓക്കെ.